സോ ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര പ്രഷറാണ്. ആ പ്രഷർ. പക്ഷെ വെൻ ഐ ഡിഡ് നോട്ട് ഹാവ് മണി, വെൻ ഐ റിയലി ഹാഡ് ഇഷ്യൂസ്, ഞാൻ പക്ഷെ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാനത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വീട് വാടകയ്ക്ക് എടുത്തൊന്നും ഞാൻ താമസിച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്തായിരിക്കും സ്വന്തമായി വിലയിരുത്തുമ്പോൾ? സ്വന്തമായി വിലയിരുത്തുമ്പോഴും അതേഴ്സ് വിലയിരുത്തുമ്പോഴും ഐ ട്രസ്റ്റ് പീപ്പിൾ ഈസിലി. ആണോ? എന്നിട്ട് പണിയിട്ടിട്ടുണ്ടോ? ഓ ലോട്ട് ഓഫ്. അതിലൊന്നും എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. നമ്മളെ ആരെങ്കിലും ചതിക്കുന്നത് കൊണ്ട് നമ്മൾ മോശക്കാരാവുന്നില്ലല്ലോ. എന്താ പറയാ, നമ്മൾ ഭയങ്കര ട്രൂ ആയിട്ട് ആൾക്കാരെ വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലും, ലെറ്റ് ഇറ്റ് ബി ഇൻ വെരി സ്മോൾ ഫ്രണ്ട്ഷിപ്പ് ഓർ എനിത്തിങ് വിച്ച് വി ഡു, ഞാൻ അങ്ങനെയാണ്. ഞാൻ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. വേഗം എന്റെ മോൻ പോലും പറയും, അമ്മ ആൾക്കാരെ ഓവറായിട്ട് വളരെ വേഗം ട്രസ്റ്റ് ചെയ്യും അമ്മ എന്നൊക്കെ പറയും. അങ്ങനെ ആവാൻ പാടില്ല എന്ന് അവൻ തന്നെ എന്നോട് പറയാറുണ്ട്. പക്ഷെ എനിക്കത് ഒരുപാടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ട്രസ്റ്റ് ചെയ്തെന്നൊക്കെ കുറച്ചൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ കുറെയൊക്കെ നമ്മുടെ ബാക്ക് എൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയ്യോ ട്രസ്റ്റ് ചെയ്യരുത്, ഓക്കെ ശ്രദ്ധിച്ചു വേണം എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു ഇത് വരും. പക്ഷെ ഒരു ബേസിക് ക്വാളിറ്റീസ് ഒന്നും നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല.